പാർപ്പിടം വികസനം, പശ്ചാത്തല സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, ബാലസൗഹൃദം എന്നിവയ്ക്ക് മുൻഗണന നൽകി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വിസ്മയ തീരം രണ്ടാം ഘട്ടം, നീന്തൽക്കുളം, ടർഫ്, പൊതുശ്മശാനം, ബസ് സ്റ്റാൻഡ് എന്നിവയ്ക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. 43,73,58,528 രൂപ വരവും 42,42,80,290 രൂപ ചിലവും 1,30,78,532 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിന് 6,67,60,000 രൂപയും കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധന മേഖലകൾക്കായി 1,19,50,000 രൂപയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി 5 കോടി രൂപയും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 11 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിസ്മയതീരം രണ്ടാം ഘട്ടം, നീന്തൽക്കുളം, ടർഫ്, പൊതുശ്മശാനം, ബസ് സ്റ്റാൻഡ് എന്നിവയ്ക്ക് കൂടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PA ഇസ്ഹാഖ്, PK സുകന്യ, ദേവിക ദാസൻ, പഞ്ചായത്ത് സെക്രട്ടറി J ഗിരിജ, അസിസ്റ്റന്റ് സെക്രട്ടറി PS രതീഷ്, മറ്റ് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, സ്റ്റാഫുകൾ എന്നിവർ സംബന്ധിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം.